ഹലോ, നമുക്കിന്നൊരു ഈസി ടേസ്റ്റി ചിക്കൻ കുറുമ കണ്ടാലോ? ഞാനിന്ന് ഇഡ്ഡലി തട്ടിലിട്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചിക്കനും സ്റ്റീം ചെയ്തെടുക്കണേ. കാരണം നമ്മുടെ കുക്കർ ചെറുതായിട്ടൊന്ന് പണി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടാണ്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ കുക്കറിൽ വെക്കുന്നേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്കിപ്പോഴാണ് മനസ്സിലായി. ഇനി ഞാനിങ്ങനെ ചെയ്യുള്ളൂ. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ചേർക്കുക. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ സവോള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. സവോള ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി സ്റ്റീം ചെയ്ത് വെച്ച പൊട്ടറ്റോ, ചിക്കൻ, ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. സ്റ്റീം ചെയ്യുമ്പോഴുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ഈ പൊട്ടറ്റോയും ക്യാരറ്റും നന്നായിട്ട് വെന്ത് കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ഒന്നിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുക്കറിലിട്ട് വിസിലടിപ്പിച്ചെടുത്താൽ മതി. ഇനി രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തത്. രണ്ടാം പാൽ അത്യാവശ്യം കുറച്ച് തിക്കിൽ തന്നെയാണ് കേട്ടോ പിഴിഞ്ഞെടുത്തത്. ഇനി ചിക്കൻക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുരുമുളക് പൊടി, ഗരം മസാല. ഇത്രയും മസാല മാത്രമായിട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 to 5 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ, അപ്പോൾ ഓവർ കുക്ക് ആവരുത്. ഇനി നമ്മൾ ഇതിൽ ഒന്ന് കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി നമ്മളതിൽ ഉരുളക്കിഴങ്ങ് എടുത്താണ്ട് നമ്മളിങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. ഒരു കുറച്ച് പീസ് എടുത്ത് ഉടച്ച് കൊടുത്താൽ മതി. ഫുള്ള് കിഴങ്ങെടുത്ത് ഉടച്ച് കൊടുക്കണ്ട. അതേമാതിരി ക്യാരറ്റും എടുത്ത് ഉടച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കറിക്ക് നന്നായിട്ടൊരു തിക്നെസ് കിട്ടും കേട്ടോ. അതേമാതിരി നല്ല ടേസ്റ്റും ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിഴങ്ങും ക്യാരറ്റും എടുത്ത് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുക. ഇനി ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കണേ. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത്. കറിയിൽ തിള വരരുത്. കാരണം കറി പിരിഞ്ഞു പോവും. ഇനി നമ്മൾ കുറച്ചും കൂടി ഗരം മസാല, എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക്, പിന്നെ അതേമാതിരി ഒരു സീക്രട്ടാണ് ഏലക്കപ്പൊടി. അടിപൊളിയാണ്, ഒന്ന് ചേർത്ത് നോക്കണേ. ലാസ്റ്റ് ഏലക്കപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഇതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അതിന് നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ചെറുള്ളി വഴണ്ട് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കുറുമ വേറെ ലെവലായിരിക്കും. ഇതൊന്ന് താളിച്ചൊഴിച്ച ഉടനെ തന്നെ ഇളക്കരുത്. ഒന്നൊന്ന് മൂടി വെച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കുമ്പോഴാണ് ഇതിന് കറിക്ക് ടേസ്റ്റ് കൂടുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫീഡ്ബാക്ക് അറിയിക്കണേ.